ഹായ് ഓൾ. അങ്ങനെ ഞങ്ങൾ വാഗമണിലേക്ക് എത്തിച്ചേർന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വാഗമൺ ട്രിപ്പിലെ അവസാനത്തെ ലൊക്കേഷനാണിത്. ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഈ തവണ തുടങ്ങാമെന്ന് കരുതി. ഈ ലൊക്കേഷൻ വരുന്നത് തങ്ങൾപ്പാറയുടെ അടുത്തായിട്ടാണ്. ട്രക്കിങ്ങിലൂടെ ആയിരിക്കും കൂടുതൽ ആളുകൾക്ക് ഇത് പരിചിതമായിട്ടുള്ളത്. ട്രക്കിംഗ് എടുക്കുന്നവർ കൂടുതലായിട്ട് വരുന്ന സ്പോട്ടാണിത്. നല്ലൊരു വ്യൂ പോയിൻറ്റും നല്ലൊരു ക്ലൈമറ്റും ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വന്ന സമയത്ത് കോടയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ഈവനിങ് ടൈം ആയപ്പോൾ വീണ്ടും ഈ സ്പോട്ടിൽ തന്നെ തിരിച്ചു വന്നു. അന്നേരം കാണാൻ കഴിഞ്ഞ ക്ലൈമറ്റാണിതൊക്കെ. അങ്ങനെ കോട പോയ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. അവിടുന്ന് കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. സ്ഥലം കാണാൻ നല്ല ഭംഗിയാണെങ്കിലും റോഡ് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് ആയിരിക്കും കുറേയും കൂടെ നല്ല ഓപ്ഷൻ. കാറിൽ ഇങ്ങോട്ട് പരമാവധി വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കുറേ ദൂരം വലിയ കുഴപ്പമില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമെങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെ മോശമായിട്ടുള്ള റോഡാണുള്ളത്. ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കണ്ടപ്പോഴത്തേന് ഈ ഡ്രൈവ് ഞങ്ങൾ ആദ്യം ഒന്ന് ഡ്രോപ്പ് ചെയ്തതായിരുന്നു. പക്ഷേ മുന്നോട്ട് ഈ കോടയൊക്കെ കാണുമ്പോൾ ഈ ക്ലൈമറ്റ് കണ്ടിട്ട് എങ്ങനെ പോവാതിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്ലൈമറ്റ് വാഗമണിൽ കിട്ടാൻ ഈ വാഗമൺ ട്രിപ്പിൽ നമ്മൾ ഒരു 2:30 വരെ കാത്തിരിക്കേണ്ടി വന്നു. ഈ 2:30 കഴിഞ്ഞിട്ടുള്ള ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു വാഗമൺ. അതുവരെ നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തിനപ്പുറം പോവുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്, അത് നമ്മളുടെ കാറിൽ. പിന്നീട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ക്ലൈമറ്റൊക്കെ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇവിടെ വണ്ടിയൊക്കെ ഇട്ട് ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് പിന്നെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചു.